അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തയിൽ കണ്ട ഒരു കാര്യമാണ് ഒരു അഭിഭാഷകയെ തല്ലിയ ഒരു കേസ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ എന്ന് വേണ്ട, ഏതൊരാളായാലും ഒരു പൊതുസ്ഥലമാണ്, ആ സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്തൊരു നികൃഷ്ടമായ കാര്യമാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, അയാളപ്പം എന്തൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഒരു വക്കീലാണല്ലോ അയാളെന്തായാലും. അപ്പം നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യൻ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കൂടി ഒരു സ്ത്രീയെ അത്രമേൽ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പും പലരെയും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നിയമത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് യോജിച്ച ഒരു ജോലിയല്ല അത്. അയാൾക്ക് ചിലർക്ക് ഒരു ഇതുണ്ട്, ചില അഡ്വക്കേറ്റുമാരുണ്ട്, അവർക്ക് നിയമത്തിൻ്റെ എല്ലാം അറിയാമെന്ന ഒരു ഭാവത്തോടു കൂടി സമീപിക്കുന്നവരുണ്ട്. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നുണ്ട്. എന്തിൻ്റെ പേരിലായാലും അങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. നമുക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ ആരും അനുവാദം തന്നിട്ടില്ല. ചിലർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും, ചിലരൊക്കെ അങ്ങനെ ജൂനിയർ സീനിയർ ഒക്കെ കിടക്കുമ്പോൾ അങ്ങനെയാണ്. ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ ജൂനിയേഴ്സ് സീനിയേഴ്സിനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിലും റാഗിങ് എന്നൊക്കെ ചെറിയ രീതിയിലുള്ള തമാശകളൊക്കെ നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പഠിക്കാൻ വന്നാൽ പഠിത്തത്തിനായിരിക്കണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പഠിത്തവും കാണില്ല, അതും ഇതും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഇവിടെ ആ വക്കീലിന് എന്താണ് ഒരു സ്ത്രീയെ തല്ലാനും മാത്രമുള്ള ഒരു ധൈര്യം, ആ ധൈര്യം ഈ ഒരു പ്രശ്നത്തോടു കൂടി അവസാനിക്കണം. ഒരു സ്ത്രീയുടെ നേർക്കും ഒരു പുരുഷനും ഇനി ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് മുതിരാൻ പാടില്ല. ഇതൊരു താക്കീതായിട്ടും അതെല്ലാവർക്കും ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കും ഒരു താക്കീതുമായിരിക്കണം, ഇതൊരു പാഠവുമായിരിക്കണം. ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴായാലും ഒരു പൊതുസ്ഥലത്തായാലും ഏതൊരു സ്ഥലത്താണെങ്കിലും എപ്പോഴും സ്ത്രീകളെയാണ് അടിച്ചമർത്തി അല്ലെങ്കിൽ അവരെ തല്ലുക, അവരെ ചീത്ത പറയുക അല്ലേ. ഏതെങ്കിലും സ്ഥലത്ത് സ്ത്രീകളിങ്ങനെ പുരുഷന്മാരെ ഇങ്ങനെ മോശമായ രീതിയിൽ കാണാനോ ഉപദ്രവിക്കാനോ ഒക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഒരു കുടുംബ വഴക്കിൻ്റെയൊക്കെ ബഹളമൊക്കെ ആയിട്ട് പറയുന്നതൊക്കെ, ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഭർത്താവിനെ തല്ലാൻ ചെയ്യുന്നു, തല്ലിയെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ടൊക്കെ സംഭവങ്ങൾ, അതവരുടെ വിവരമില്ലായ്മ എന്ന് പറയാം. പക്ഷേ എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലേ. ചില പുരുഷന്മാരുണ്ട് സ്ത്രീകളോട് ഭയങ്കരമായിട്ട് എതിരിട്ട് നിൽക്കും, പക്ഷേ മറ്റൊരു പുരുഷൻ്റെ മുന്നിൽ എലിയായും നിൽക്കും, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അതൊക്കെ ഒന്നുകിൽ അയാൾക്ക് തന്നെ അറിയാം, ഞാൻ എൻ്റെ ഭാര്യ എന്ത് ചെയ്താലും പറഞ്ഞാലും തിരികെ ഒന്നും ചെയ്യില്ല. പക്ഷെ മറ്റൊരാളോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്ന ഒരു ബോധ്യം ഉള്ള ആളാണ്. അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധ്യമുള്ള ആൾ തന്നെയാണ്. എങ്കിലും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരുണ്ട്. ഏതായാലും ഇത് ഏതൊക്കെ രീതിയിൽ ഈ കേസ് പോകും എന്നുള്ളത് നമുക്ക് പതുക്കെ കാണാം. എന്തായാലും നല്ല ഒരു നടപടി ഏതായാലും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.